കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്ന മാമിയുടെ തിരോധാനത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത തുടരുന്നു. 2023 ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതാകുന്നത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും അയാൾ എവിടെയാണെന്ന് ഒരു സൂചനയുമില്ല. അതിനിടെ സംശയമുള്ള പലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇതിൽ ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്ത് കുമാറിനെയാണ്. ഇതിൻ്റെ മാനസിക പ്രയാസം കാരണം രജിത്തും ഭാര്യയും നാടുവിട്ടെന്ന വാർത്ത കേട്ടു. പിന്നീട് 2 പേരെയും ഗുരുവായൂരിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഇരുവരെയും കാണാതായത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. പടിഞ്ഞാറനടയിലെ സ്വകാര്യ ലോഡ്ജിൽ വ്യാഴാഴ്ച മുറിയെടുത്ത ഇരുവരും ഭക്ഷണം കഴിക്കാൻ പുറത്തെത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ നടക്കാവ് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. മാമിയുടെ തിരോധാനത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും മരിക്കാൻ പോകുന്നുവെന്നും വ്യക്തമാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രജിത്ത് ശബ്ദ സന്ദേശമിട്ടിരുന്നു. എന്നെ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്. ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അറിവോട് കൂടിയിട്ടോ ഞാൻ ചെയ്തിട്ടോ അല്ല മാമിയെ കാണാതായതു. എന്തായാലും KM ബഷീറിനെ പോലത്തെ ഫ്രോഡിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാത്തതാണ്. അത് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുമല്ലോ, മറ്റു പറയാമല്ലോ. ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് എനിക്ക് പേടിയില്ല. കാരണം എന്താ മരണത്തോട് വെല്ലുവിളിച്ച് പോവാൻ ഞാൻ. പിന്നെ ഞാൻ തന്നെ പേടിക്കണം. എന്തായാലും ഈ കേസ് നിങ്ങളിവിടെ അവസാനിപ്പിക്കരുത്, അന്വേഷണം വിടരുത്. കുറേ ആളുകൾക്ക് എൻ്റെ കുടുംബം നശിച്ചാൽ സന്തോഷം ഉണ്ടാവും, സന്തോഷിക്കട്ടെ. 7-ാം തീയതി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെന്ന് പറഞ്ഞ് 2 മക്കളെ ബന്ധുക്കളെ ഏൽപ്പിച്ച ശേഷം രജിത്തും തുഷാരയും വീട് വിട്ടിറങ്ങുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത ദമ്പതിമാർ 9-ന് മുറിയൊഴിഞ്ഞ് ഫോണും സ്വിച്ച് ഓഫ് ആക്കി സ്ഥലം വിട്ടു. തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഹാജരായത്. സിസ്റ്ററും കൂടി ചോദ്യം ചെയ്താണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽസ് മൈൻഡ് അങ്ങനത്തെ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ തെളിവ് കിട്ടുമോ എന്താ ചെയ്തിട്ട് വേണ്ടേ? CCTV പരിശോധനയിൽ നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് ഇരുവരും വ്യാഴാഴ്ച രാവിലെ 9-ന് ഇറങ്ങി ഓട്ടോയിൽ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗുരുവായൂരിൽ നിന്നും ഇരുവരെയും കണ്ടെത്തിയത്. പോലീസിന്റെ കടുത്ത മാനസിക പീഡനം മൂലമാണ് ഇരുവരും നാടുവിട്ടതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ആദ്യമൊക്കെ ഞങ്ങൾ അന്വേഷണം പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്താണുള്ളത്. രാത്രി ഞങ്ങൾ പോയിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വീട്ടിലെത്തും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോ വിളിച്ചെന്ന് മുമ്പിൽ ക്രൈംബ്രാഞ്ച് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. മാനസികമായിട്ടുള്ള കാരണം ഒരു അല്ലാണ്ട് യാറാസിംഗ് ഉണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന്. അവനങ്ങനെ ഒരാളല്ല. പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പോലീസ് വരികയാണല്ലോ ഉച്ചയ്ക്കും പകലുമായിട്ട്. അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒരു മാനസിക പ്രശ്നമുണ്ടല്ലോ. മാമി തിരോധാനം ആദ്യം അന്വേഷിച്ച നടക്കാവ് പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും രജിത്തിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്ന് ഹൈക്കോടതിയിൽ നിന്നും രജിത്ത് ഉത്തരവ് സമ്പാദിച്ചു. ഈ ഉത്തരവ് മറികടന്നാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നു. ചോദ്യം ചെയ്യലിന് പേരിൽ വളരെ മോശമായ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തിയും തെറി പറഞ്ഞും അധിക്ഷേപിച്ചും പരിഹസിച്ചുമാണ് ചോദ്യം ചെയ്യലൊക്കെ. ഒരാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടമുള്ള ആളുകളെയും മൊത്തത്തിൽ ഹറാസ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോലീസിന് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ 2023 ആഗസ്റ്റ് 21-നാണ് കാണാതായത്. അന്ന് ഓഫീസിൽ വെച്ച് മാമി രജിത്തിനെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കാണാതായത്. 20 വർഷത്തിലധികമായി മാമിയുടെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു രജിത് കുമാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.